2018 അന്നത്തെ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി ബഹുമാനപ്പെട്ട ശ്രീ സുദർശൻ സാർ IPS അവരുടെ കീഴിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആലപ്പുഴ ജലജ മർഡർ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 27/1/2018 തീയതി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ടൗണിലുള്ള ഇടശ്ശേരി ജ്വല്ലറിയിൽ ഒരു വലിയ കവർച്ച നടക്കുകയാണ്. ഉദ്ദേശം 13 കിലോ സ്വർണവും 6 ലക്ഷം രൂപയും കവർച്ച നടത്തിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ നടന്ന ഒരു വലിയ കേസായിരുന്നു. അത്തരത്തിലൊരു കേസ് ആ കാലഘട്ടത്തിൽ മുമ്പ് നടന്നിട്ടില്ല. തന്മൂലം തന്നെ ആ കേസിന് വളരെ പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അന്നത്തെ DGP അവർ അതിന് നേരിട്ട് ഇടപെട്ടു. ആ കേസിലേക്ക് ഒരു വലിയ അന്വേഷണ സംഘത്തെ അന്നത്തെ DIG അജിത് കുമാർ സാറ്, അന്നത്തെ SP യതീഷ് ചന്ദ്ര സാറ്, അവരുടെയൊക്കെ മേൽനോട്ടത്തിൽ ചാലക്കുടി DYSP ഷാഹുൽ ഹമീദ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ആ അന്വേഷണ സംഘത്തിൽ എന്നെയും, ഈ ജലജ കേസിൽ അന്വേഷണത്തിലിരിക്കുന്ന എന്നെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുനിൽ കുമാറിനെയും അംഗങ്ങളായി ചേർത്തു. ഈ മെസ്സേജ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുദർശൻ സാറിൻ്റെ അനുമതിയോടുകൂടി ഞങ്ങൾ ഉടനെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൽ ജോയിൻ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഞങ്ങളുടെ ടീം ഒരു 10-15ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരടങ്ങുന്ന ഒരു 15ഓളം വരുന്ന അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നോക്കിയപ്പോൾ ഈ കേസിൻ്റെ ജ്വല്ലറിയുടെ പുറകുവശം എക്സോസ്റ്റ് ഫാൻ വെച്ചിരുന്ന ഭാഗം തുറന്ന് അതിലൂടെയാണ് അകത്ത് കടന്ന് ജ്വല്ലറിക്കകത്തുള്ള സേഫ്, ലോക്കർ, ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. ഈ കവർച്ചയുടെ സ്വഭാവം വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതേതോ അന്യസംസ്ഥാനത്തിലുള്ള വലിയ കൊള്ളസംഘം ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ ബോധ്യപ്പെട്ടു. കാരണം ഓരോ കേസിനും ഓരോ മോഡസ് ഉണ്ടാവും. ആ ഒരു മോഡസ് ഓപ്പറാൻഡി വെച്ചിട്ട് ഞങ്ങൾക്ക് ഉള്ള ആ ഒരു പരിചയത്തിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇതേതോ വലിയ കൊള്ളസംഘം ചെയ്തിട്ടുള്ളതാണെന്നും വടക്കേന്ത്യൻ കൊള്ളസംഘങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആ സംഭവങ്ങളെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. കേരളത്തിൽ, അതുമാതിരി തമിഴ്നാട്ടിൽ, ആന്ധ്രയിലൊക്കെ ഇത്തരം കേസുകൾ നടന്നിട്ടുള്ളതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോഴാണ് തമിഴ്നാട്ടിൽ കുറേ ജ്വല്ലറികളിൽ ഇത്തരം കേസുകൾ നടന്നിട്ടുള്ളതായി അറിവായത്. അതിൽ ചില കേസുകൾ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട് എന്നും മനസ്സിലായി. അങ്ങനെ ആ സമയത്ത് മറ്റേ ജ്വല്ലറിക്ക് അടുത്തുള്ള മൊബൈൽ ടവറിൻ്റെ കോൾ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ആ ടവർ ലൊക്കേഷനിൽ ആ ടവറിൽ വരുന്ന എല്ലാ കോളുകളുടെയും ഡീറ്റെയിൽസ് എടുത്തു. തൃശ്ശൂർ, എറണാകുളം, ആലുവ തുടങ്ങിയിട്ടുള്ള എല്ലാ ടൗണുകളിലെയും ഈ ലോഡ്ജുകൾ പരിശോധിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് CCTVകൾ പരിശോധിച്ചു. അങ്ങനെ ടൗണിൻ്റെ മധ്യഭാഗത്തുള്ള ഇടശ്ശേരി എന്ന് പറയുന്ന ഈ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്വർണ്ണങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും കാഴ്ചയുള്ളതുമായിട്ടുള്ളൊരു ജ്വല്ലറി ആയിരുന്നു. അങ്ങനെ ഇരിക്കെ തമിഴ്നാട് പോലീസിലെ ഒരു എന്താ പറയുക, ഒരു പോലീസ് ഓഫീസറുണ്ട്, സബ് ഇൻസ്പെക്ടർ ശാസ്ത. ഈ ശാസ്ത്രയുടെ ഒരു സഹായത്തോടു കൂടി, കാരണം അന്നത്തെ തമിഴ്നാട് ഇത്തരം കേസുകൾ 2-3 കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊരു കേസിന് ഡിറ്റക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. ആ ഡിറ്റക്ഷനായ കേസുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് ഈ ശാസ്ത്ര എന്ന് പറഞ്ഞ സൈബർ വിദഗ്ധൻ്റെ കയ്യിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രതികളുടെ കോൾ ഡീറ്റെയിൽസുകൾ, അവർ വന്നതും പോയിട്ടുള്ള ഡീറ്റെയിൽസുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നമ്പറുകളും അതിൻ്റെ ഡാറ്റാസ് അവരുടെ കയ്യിലുണ്ട്. അവരുടെ സഹായത്തോടു കൂടി ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു. അവരുടെ സഹായത്തോടു കൂടിയിട്ട് അത് അനലൈസ് ചെയ്തു. അങ്ങനെ ഈ ചാലക്കുടിയിലെ സംഭവ ദിവസവും അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലെ ഡമ്പൊക്കെ എടുത്തു. ആ ഡമ്പുകളും ഈ ഡാറ്റാസും എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു പരിശോധന നടത്തിയപ്പോഴാണ് അതിൽ ഒരു കോമൺ നമ്പർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അന്ന് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ആ കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ B പാർട്ടി നമ്പറിൽപ്പെട്ട ഒരു നമ്പറിൻ്റെ ലൊക്കേഷൻ ഈ ചാലക്കുടി ഈ ടവറിന് കീഴിൽ പലപ്പോഴായിട്ട് വന്നു പോകുന്നതായിട്ട് നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു നമ്പർ. പിന്നീട് ആ നമ്പറിനെ കേന്ദ്രീകരിച്ച് നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ആ നമ്പറിൽ നിന്നും ഒരു കോള് തൃശ്ശൂരിലുള്ള ഒരു ലോഡ്ജിൽ നിന്നും ഒരു കോള് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ആ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ID കാർഡ് കിട്ടി. ഒരു അശോക് ബാരിക് എന്ന് പറഞ്ഞ ഒരാളുടെ ID കാർഡ്.
അത് ബീഹാറിലുള്ള കത്തിഹാർ ജില്ലയിലുള്ള ഒരു സ്ഥലത്തെ ഒരു ഗ്രാമത്തിലെ ഒരു അഡ്രസ്സായിരുന്നു. ബീഹാറിലെ കത്തിഹാർ ജില്ലയിലുള്ള ഗ്രാമത്തിലെ അഡ്രസ്സായിരുന്നു. പക്ഷേ ഈ നമ്പറിൻ്റെ ലൊക്കേഷൻ കൂടുതലും ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ച് ഭാഗങ്ങളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ കൂടുതലും കാണുന്നത്. ഇടയ്ക്ക് മാത്രമേ കത്തിഹാറിൽ പോകാറുള്ളൂ. അങ്ങനെ അത്തരത്തിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ കാണുന്നത്. അപ്പോൾ ആ നമ്പറുമായി കൂടുതൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിലെ പല നമ്പറുകളും പല സമയങ്ങളിലായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു പോകുന്നുണ്ട്. ഈ നമ്പറും പലപ്പോഴായി ഡിസംബറിൽ വന്നിരുന്നു, അതിന് മുമ്പ് വന്നിരുന്നു, പലപ്പോഴായിട്ടും ഈ നമ്പറും കേരളത്തിൽ വന്നു പോകുന്നതായി കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു കൊള്ളസംഘത്തിൻ്റെ പെട്ട നമ്പറാണെന്ന് നമുക്ക് ഒരു നല്ല ഉത്തമ ബോധ്യം ഉണ്ടാകണ്ടായി. ഉടനെ തന്നെ ഷാഹുൽ ഹമീദ് സാറിൻ്റെ നേതൃത്വത്തിൽ ഷാഹുൽ ഹമീദ് സാറും അന്നത്തെ SI മുഹമ്മദ് റാഫി, ഞാൻ, അനിലല്ല സുനിൽ തുടങ്ങി 4-5 പേര് ഉടനെ തന്നെ ഞങ്ങൾ ജാർഖണ്ഡിലേക്ക് പുറപ്പെട്ടു. ഒരു ഫ്ലൈറ്റിൽ തന്നെ ഞങ്ങൾ പോയത്. നേരെ ജാർഖണ്ഡിൽ പോയി. ഞങ്ങൾ 5 പേര് കൂടിയിട്ടുള്ള ഒരു സംഘം, ആദ്യം 5 പേര് കൂടിയിട്ടുള്ള സംഘം ജാർഖണ്ഡിൽ പോയി. അവിടെ സാഹിബ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ DIG കണ്ടു. അന്ന് നമ്മുടെ യതീഷ് ചന്ദ്ര സാറിൻ്റെയും അജിത് കുമാർ സാറിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ആ DIG കണ്ടു, സംസാരിച്ചു. അപ്പോൾ DIGയിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലായി. ഒരു കൊള്ളസംഘം അന്ന് കേരളത്തിലേക്ക് ഒരു മാസം മുമ്പ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് ബീഹാറിലുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് പോയത്. അയാൾ ഇടയ്ക്ക് ഈ ഗ്രാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഈ ഗ്രാമങ്ങൾ അതും പരിസരത്തുള്ള പല ഗ്രാമങ്ങളും ഇത്തരത്തിലുള്ള കൊള്ളസംഘങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമാണെന്ന് മനസ്സിലായി. വളരെ അപകടം പിടിച്ച ഒരു ഗ്രാമമാണ്. നമുക്ക് അവിടെ മറ്റുള്ള പോലീസിന് കടന്നു ചെല്ലാനോ അവരെ പിടികൂടുന്നതിനോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായി. ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ 5 പേരും മറ്റ് ആയുധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് സ്ഥലത്ത് എത്തിപ്പെട്ടുള്ളതാണ്. അപ്പോൾ DIG അവരുകൾ പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾ അവിടേക്ക് പോകരുത്, ഒറ്റയ്ക്ക് പോകരുത്, യാതൊരു പോലീസിൻ്റെ മറ്റേ ആംഡായിട്ടുള്ള പോലീസിൻ്റെ പ്രസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടുകൂടി അല്ലാതെ ഗ്രാമത്തിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല. പല സംസ്ഥാനങ്ങളും ഇതുപോലെ വന്നിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്തുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം DIG പറഞ്ഞു. നിങ്ങളിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതായിട്ട് ഇവിടെ ആരും അറിയാനും പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ DIG അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചു. ഉടനടി ഈ നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ അശോക് ബാരിക് എന്ന് പറഞ്ഞ ആ അഡ്രസ്സുകാരൻ്റെ നമ്പർ വീണ്ടും ആ സമയത്ത് ഞങ്ങൾ കാണുന്നത് വീണ്ടും കത്തിഹാറിലാണ്. കത്തിഹാർ എന്ന് പറഞ്ഞാൽ ബീഹാറിലാണ്. ജാർഖണ്ഡിൽ നിന്നും ബീഹാറിലേക്ക് അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ സാഹിബ്ഗഞ്ചിൽ നിന്ന് പോകണമെങ്കിൽ വാഹനമാർഗം പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം സഞ്ചരിച്ച് ദുർഘടമായ വഴികളിലൂടെ മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. ഈ കോറികളും മറ്റും അടങ്ങിയുള്ള ഒരു പ്രദേശമൊക്കെയാണ്. ആ വഴി കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ. എത്തിപ്പെടൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് DIG അദ്ദേഹം തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ എത്തിപ്പെടൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കുള്ള മാർഗം നിങ്ങൾക്ക് ഗംഗാ നദിയിലൂടെ ഈ മറ്റേ ജങ്കാറിൽ പോവുകയാണെന്ന്. ജങ്കാറിലാണ് പോലെ എളുപ്പം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള വണ്ടികളൊക്കെ നമുക്ക് DIG അദ്ദേഹം അറേഞ്ച് ചെയ്തു തന്നു. ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിൽ നിന്നൊരു വണ്ടി അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ ഒരു വണ്ടിയിൽ ഒരു കാറുമായി ഞങ്ങൾ ജങ്കാറിൽ മറ്റേ ഈ പറഞ്ഞ സാഹിബ്ഗഞ്ചിൽ നിന്ന് ഗംഗാ നദിയിലൂടെ കത്തിഹാറിലേക്ക് പോകാൻ തീരുമാനിച്ച ജങ്കാറിൽ കയറി. ജങ്കാറിലാണെങ്കിൽ ആ ജങ്കാറിൽ അന്ന് ഒരു 5-8 ലോറികൾ, വലിയ ടോറസ് വണ്ടികൾ നിറയും കരിങ്കല്ല് നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു വാഹനങ്ങളുണ്ടായിരുന്നു, കാളകളും മറ്റു പശുക്കളുമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതുമായി ആളുകൾ കയറി. അങ്ങനെ ജങ്കാർ നിറയും വാഹനങ്ങളും ആളുകളായിട്ട് നിറഞ്ഞ് ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ടോപ്പും ഈ ജങ്കാറിൻ്റെ ഈ ഭാഗവും തമ്മിൽ വളരെ ഒരു 4-5 ഇഞ്ച് അത്രയ്ക്കൊക്കെ ഉള്ളൂ കനം. അങ്ങനെ അപകടമായ രീതിയിലാണ് ഗംഗയിലൂടെ ഈ വണ്ടി ഈ ജങ്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ജീവൻ പണയം വെച്ച് അതിൽ കയറി ഈ കാറിൽ തന്നെ ഇരുന്ന് കുറച്ച് നേരം, പിന്നീട് അതിൽ നിന്ന് ഇറങ്ങി ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നോക്കി നിന്നു. എന്തെങ്കിലും ആകുമ്പോൾ നമ്മൾ കാറിലിരുന്ന് മുങ്ങിപ്പോകണ്ടല്ലോ എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി നിന്നു. അങ്ങനെ 2.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കത്തിഹാറിലെത്തി. കത്തിഹാറിൽ അവിടെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇവിടെ നിന്നുള്ള സാഹിബ്ഗഞ്ച് DIG വിളിച്ചു പറഞ്ഞിരുന്നു കാര്യങ്ങൾ. അവിടുത്തെ അവിടുത്തെ SHOനെ പോയി കണ്ടാൽ മതി എന്നുള്ള വിവരങ്ങൾ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ കത്തിഹാറിലെ ആ പോലീസ് സ്റ്റേഷനിലെത്തി. എന്തായാലും ഞങ്ങളുടെ സംസാരം മൂലമോ അല്ലെങ്കിൽ നമ്മുടെ വേഷവിധാനം മൂലമോ മറ്റുള്ള പ്രവൃത്തി മൂലമോ നമ്മൾ മലയാളികളാണെന്നോ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണെന്നോ പോലീസാണെന്നോ തിരിച്ചറിയരുതെന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുപ്രകാരം തന്നെ വളരെ വേഷപ്രച്ഛന്നനായിട്ട് തന്നെ ഞങ്ങൾ പോയത്. നേരെ സ്റ്റേഷനിൽ ചെന്നു. SHOനെ കണ്ടു, സംസാരിച്ചു. SHO പറഞ്ഞു കാര്യങ്ങൾ SP അദ്ദേഹം വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പറയാം, നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കാതെ അവിടെ മാറി വണ്ടിയിൽ ഇരുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഈ പറഞ്ഞ അശോക് ബാരിക് എന്ന് പറഞ്ഞ ആൾ ഈ സ്റ്റേഷനിലെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന ഒരുത്തനാണ്, സ്റ്റേഷനുമായിട്ട് ബന്ധമുള്ളവനാണ്.
ഞാൻ അവനെ കിട്ടാവുന്ന കാര്യങ്ങൾ നോക്കാം, വേണ്ട സഹായങ്ങൾ ചെയ്യാം, പോലീസിനെ അതിന് വേണ്ടി ഏർപ്പാടാക്കാം എന്നൊക്കെ പറഞ്ഞു. അന്ന് വൈകുന്നേരം വരെ ഞങ്ങളവിടെ ഇരുന്നു. വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇവൻ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിൽ വെച്ച് അപ്പോഴേക്കും ആ ഗ്രാമത്തിൽ നിന്ന് അവനെ പിടികൂടുന്നതിന് തൊട്ട് മുമ്പ് അവൻ്റെ ഭാര്യ വീട് കിടക്കുന്നത് നേപ്പാളിലാണ്. അവൻ നേപ്പാളിലേക്ക് എസ്കേപ്പ് ആവാനുള്ള ശ്രമത്തിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ. എന്തോ ഞങ്ങളുടെയൊക്കെ നല്ല കാലം കൊണ്ട് ഇവൻ എസ്കേപ്പ് ആവാൻ നിൽക്കുന്ന ആ വണ്ടി കയറാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നതും അവനെ ഒരു ബലപ്രയോഗത്തിലൂടെ ഓടിച്ചിട്ട് പിടിക്കുന്നതും. അങ്ങനെ നേരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷനിലെ SHO അവനുമായിട്ട് നല്ല അടുപ്പം മീൻസ് അവൻ അറിയുന്നതും കണ്ടാൽ ചോദിച്ച കാര്യങ്ങൾ പറയാവുന്ന വിധത്തിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. അയാളുടെ നല്ല സഹായങ്ങൾ നമുക്കുണ്ടായി. അങ്ങനെ സ്റ്റേഷനിലെ ഒരു ഇൻട്രോഗേഷൻ ഒരു റൂമിൽ ചോദ്യം ചെയ്യുന്നതിന് ഒരു റൂമിലേക്ക് അവനെ കൊണ്ടുപോയി കാര്യങ്ങൾ വിശദമായി അവനോട് ചോദിച്ചു. കാര്യങ്ങൾ അവനെ ലോക്കായി, മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിൻ്റെ പേരിൽ അവൻ കൺഫസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കേസിൻ്റെ നാൾവഴികൾ നമുക്ക് ഇങ്ങനെ ഈ കൺഫഷൻ, നമുക്ക് ഈ കേസിൻ്റെ കുറ്റകൃത്യം ഇന്ന ആളുകളാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അങ്ങനെ ഇവൻ കൺഫസ് ചെയ്തു. ഇവൻ പറഞ്ഞു അവനെ കൂടാതെ മറ്റ് 3-4 പേര് കൂടി ഇതിനോട് ഉണ്ടായിരുന്നു. അവർ ബീഹാർ ജാർഖണ്ഡ് സ്വദേശികളാണ്, ചിലർ മറ്റേ വെസ്റ്റ് ബംഗാൾ സ്വദേശി മുർഷിദാബാദിലുള്ള ആളുകളാണ്. അങ്ങനെ ഇവർ 4-5 പേര് കൂടിയിട്ടാണ് പോയതെന്നും മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ വന്ന് ഇതുപോലെ എറണാകുളം, ആലുവ, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് ജ്വല്ലറികൾ നിരീക്ഷിച്ചിരുന്നെന്നും ഈ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതി എറണാകുളത്തേക്ക് പോകുള്ള യാത്രാമധ്യയാണ് ചാലക്കുടിയിൽ വെച്ച് ടൗണിൽ വെച്ച് ഒരു ജ്വല്ലറി കാണാനിടയായത്. അവിടെ ബസ്സിലിറങ്ങി. ആ ബസ്സിലിറങ്ങിയിട്ട് ആ ജ്വല്ലറി നിരീക്ഷിച്ചു. അവിടെ സിഗരറ്റ് വലിക്കാൻ പോകുന്ന പോലെ ജ്വല്ലറിയുടെ പുറകിലേക്ക് പോയി. അവിടെ പോയി സിഗരറ്റൊക്കെ വലിച്ചങ്ങനെ നിന്ന് നിരീക്ഷിച്ചപ്പോൾ ആ ജ്വല്ലറി മോഷണത്തിന് ഉതകുന്നതല്ല, അല്ലെങ്കിൽ പറ്റില്ല, അതിൻ്റെ പുറകുവശം അത്ര സേഫല്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ ആ ജ്വല്ലറി ഉപേക്ഷിച്ചു. വീണ്ടും ടൗണിലൂടെ നടക്കുമ്പോഴാണ് ഈ എടശ്ശേരി ജ്വല്ലറി കാണുന്നത്. അങ്ങനെ എടശ്ശേരി ജ്വല്ലറി കണ്ടു. അതിൻ്റെ പുറകുവശത്തേക്ക് ഇതേപോലെ പോയി നിൽക്കുന്ന കാട് പിടിച്ച സ്ഥലത്തിൻ്റെ പേരിൽ അത് കവർച്ചയ്ക്ക് ഉചിതമായ ജ്വല്ലറിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് നോക്കി. അപ്പോൾ ഇഷ്ടംപോലെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ അയാൾ അവിടുന്ന് നേരെ തൃശ്ശൂർ വന്ന് കൂട്ടുകാർക്ക് ഫോൺ ചെയ്തു, ഇങ്ങനെ ഒരു ജ്വല്ലറി കണ്ടെത്തിയിട്ടുണ്ട്, സൗകര്യമുള്ള ജ്വല്ലറിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനു വേണ്ടി അവർ ലക്ഷങ്ങൾ മുടക്കുകയാണ്. ആദ്യം ഈ ഒരു ജ്വല്ലറി കവർച്ച നടത്താൻ അല്ലെങ്കിൽ ഇതുപോലൊരു കൊള്ള നടത്താൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ആദ്യം ആളുകളെ വിട്ടു. പിന്നീട് പരിശോധിച്ചും ബിസിനസ്സുകാരെന്ന രീതിയിൽ ഹോട്ടലിൽ റൂമിൽ അല്ലെങ്കിൽ ലോഡ്ജിൽ റൂമെടുത്തും, വലിയ വലിയ ലോഡ്ജുകളിലാണ് റൂമെടുക്കുന്നത്. അങ്ങനെ താമസിച്ചിട്ടാണ് ഈ കൊലപാതകം ഈ കവർച്ച ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് നാട്ടിലുള്ള ആളുകളൊക്കെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇവർ നേരെ കൽക്കട്ടയ്ക്ക് പോയി. ഇയാൾ നേരെ കൽക്കട്ടയ്ക്ക് പോയി. കൽക്കട്ടയിൽ നിന്നും ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ചെറിയ കുറ്റികൾ, ഗ്യാസിൻ്റെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ചെറിയ കുറ്റികൾ, അത് 5 എണ്ണം മേടിച്ചു കൽക്കട്ടയിൽ നിന്ന്. കേരളത്തിൽ നിന്ന് മേടിച്ച ID പ്രൂഫ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് മേടിച്ച് തിരിച്ച് ഇവിടെ വന്ന് റൂമിൽ വന്ന് ഇതൊക്കെ ചാക്കിലാക്കി, ട്രെയിനിൽ കൊണ്ടുവന്ന് ചാക്കിലാക്കി റൂമിൽ വന്ന് വീണ്ടും ചെന്നൈയിൽ പോയി കുറച്ച് സാധനങ്ങൾ വേറെ മേടിച്ചു. തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗ്യാസ് കട്ടറും ഈ കട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളും മറ്റുള്ള സാധനങ്ങളും അനുബന്ധ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം കൂടി കൊണ്ടുവന്ന് ഈ 27-ാം തീയതിക്ക് മുമ്പുള്ള 2 ദിവസം മുമ്പ് ഈ ജ്വല്ലറിക്ക് പുറകുവശത്തുള്ള കാടിലൊക്കെ ഒളിപ്പിച്ചു വെച്ചു. ഇവരുടെ ഒരു പ്രത്യേകത എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിഡേയ്സിൽ മാത്രമേ ഇവർ കവർച്ച നടത്തുള്ളൂ. ഹോളിഡേയ്സ് തുടർച്ചയായ 1-2 ഹോളിഡേയ്സൊക്കെ വരുന്ന ദിവസങ്ങളിൽ, കട അടയ്ക്കുന്ന ദിവസങ്ങളിലാണ്. അതിൻ്റെ പേരിൽ തന്നെ ഇവർക്ക് ഒരു അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഹോളിഡേ റോബേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുക. ഹോളിഡേ റോബേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോളിഡേ ദിവസങ്ങളിൽ മാത്രമാണ് ഇവർ കവർച്ച നടത്തുന്നത്. അങ്ങനെ ഒരു 2 ഒഴിവ് ദിവസങ്ങൾ വരുന്ന, കട അടച്ചു വിടുന്ന ആ ദിവസങ്ങളിലായിട്ട് ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ദിവസം ശനിയാഴ്ച വൈകുന്നേരം ഈ സാധനം ഇവരുടെ കൂടെയുള്ള വളരെ വിദഗ്ധനായ കട്ടിങ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്യാസ് കട്ട് ചെയ്ത് സേഫുകളും അതുപോലുള്ള സ്ട്രോങ് റൂമുകളെ കട്ട് ചെയ്യാൻ വിദഗ്ധനായ ആളുകളുണ്ട്. അതിൽ ഒരു ബീഹാർ സ്വദേശി തന്നെയായിട്ടുള്ള അമീർ ഷെയ്ഖ് എന്ന് പറഞ്ഞവനാണ് ഈ ഗ്യാസ് കട്ടറൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള സേഫ് അതുമാതിരി ലോക്കറുകളൊക്കെ വളരെ ഈസിയായി വളരെ വിദഗ്ധമായി കട്ട് ചെയ്ത് കവർച്ച നടത്താൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾ അമീർ ഷെയ്ഖാണ്.
അടുത്തത് അമീർ ഷെയ്ഖ് അതിലൊരാളുണ്ടെന്നും പിന്നെ ഇൻജമാമുൽ ഹക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ടെന്നൊക്കെ വിവരങ്ങൾ ഇവനിൽ നിന്നും ആ കൃത്യത്തിൽ ഉൾപ്പെട്ടുള്ള എല്ലാ പ്രതികളുടെയും ഡീറ്റെയിൽസ് കിട്ടി. അതിൽ പ്രതിയായിട്ടുള്ള ഈ വെൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ കട്ടിങ്ങിൻ്റെ മറ്റേ എക്സ്പേർട്ടായിട്ടുള്ള അമീർ ഷെയ്ഖ് അവനുള്ളത് ജാർഖണ്ഡിലെ മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്ന സാഹിബ്ഗഞ്ചിലാണെന്നും മറ്റൊരു പ്രതി ഇൻജമാമുൽ ഹക്ക് അവനുള്ളത് മറ്റേ വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിലാണെന്നൊക്കെ മനസ്സിലായി. ബാക്കി പ്രതികളൊക്കെ നേപ്പാളിലേക്കും അതേപോലെ തന്നെ ബംഗ്ലാദേശിലേക്കൊക്കെ കടന്നിട്ടുള്ളതായും ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഉടനെ തന്നെ ഈ പ്രതിയെ മറ്റുള്ള ചോദ്യം ചെയ്ത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. പ്രതിയുമായി നേരെ ഞങ്ങൾ വീണ്ടും ഇതേ യാത്ര ഗംഗാ നദിയിലൂടെ വളരെ റിസ്ക്കി ആയിട്ടുള്ള ആ യാത്ര ഗംഗാ നദിയിലൂടെ നേരെ വീണ്ടും ജാർഖണ്ഡിലെത്തി. ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ചിലെത്തി. പ്രതിയെ അവിടെ കാവൽ 2 പോലീസുകാർ, അപ്പോഴേക്കും 2 പോലീസ് അവിടെ കാവൽ നിർത്തി. കൂടുതൽ പോലീസുകാർ നമ്മുടെ സംഘത്തിലുള്ള കൂടുതൽ പോലീസുകാരെ മെസ്സേജ് കൊടുത്ത് ജാർഖണ്ഡിലേക്ക് വരാൻ വേണ്ടി മെസ്സേജ് കൊടുത്തു. അശോക് ബാരിക്കിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിയെ അശോക് ബാരിക്കിനെ റൂമിലാക്കിയതിന് ശേഷം 2 പോലീസുകാരെ അവിടെ ഗാർഡ് നിർത്തി, സേഫാക്കി. ഗാർഡ് നിർത്തിയതിന് ശേഷം ഞങ്ങൾ ബാക്കിയുള്ള 3 പേരും കൂടിയിട്ട് അമീർ ഷെയ്ഖിനെ പിടിക്കുന്നതിനായിട്ട് ജാർഖണ്ഡിലെ തന്നെ ഈ ഞങ്ങൾ താമസിക്കുന്ന ഇതിനടുത്തുള്ള രാധാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, രാധാനഗർ, അവിടേക്ക് പുറപ്പെട്ടു. രാധാനഗർ പോലീസ് സ്റ്റേഷനിലെ പരിധിയിലുള്ള ചില ഗ്രാമങ്ങളിലാണ് ഇവൻ താമസിക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ SHOനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. SHO പറഞ്ഞു അത് റിസ്ക്കാണ്, ആ ഗ്രാമങ്ങളിൽ പോകൽ റിസ്ക്കാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങൾ ഇതുപോലെ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഗ്രാമങ്ങളൊക്കെ കൊള്ള സംഘങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുള്ള ഗ്രാമങ്ങളാണ്. നമുക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ ഒറ്റയ്ക്ക് പോകുന്നതിലും റിസ്ക്കാണ്. ഗ്രാമങ്ങളൊക്കെ വ്യത്യസ്ത മതങ്ങളായിട്ട് താമസിക്കുന്നവരാണ്. ഒരു മതം ഒരു ഗ്രാമം മുസ്ലിംസിൻ്റെ ആണെങ്കിൽ മറ്റൊരു ഗ്രാമം ഹിന്ദുക്കളുടെ ആയിരിക്കും. അവരങ്ങനെ ഈ വ്യത്യസ്തമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്ത സംസ്കാരത്തിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും കൊള്ള നടത്തുന്നതിനും കളവ് നടത്തുന്നതിനും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ SHO പറഞ്ഞു. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അതിന് മേലുദ്യോഗസ്ഥന്മാരുടെ അത്രയും പെർമിഷൻ വേണം, കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു. ഈ വിവരങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ യതീഷ് ചന്ദ്ര സാറിനെയും അതേമാതിരി അജിത് കുമാർ സാർ DIG അവരുടെയൊക്കെ എന്നെയൊക്കെ വിവരം അറിയിച്ചു. അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം വീണ്ടും മേലുദ്യോഗസ്ഥന്മാർക്ക് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കൺസെൻറ്റ് പോലീസ് സ്റ്റേഷൻ രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പ്രഷറായി. അങ്ങനെ അവിടുത്തെ SHO അതിനുവേണ്ട സ്ട്രെങ്ത്ത് സ്വരൂപിച്ചു. പോലീസുകാരോടൊക്കെ പല ആളുകളോടും വരാൻ പറഞ്ഞു, ഡ്യൂട്ടിയിലുള്ളവരെയൊക്കെ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഒരു വലിയ പോലീസ് സംഘത്തിൻ്റെ സായുധരായ പോലീസ് സംഘത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഞങ്ങൾ ആ ഗ്രാമങ്ങളിലേക്ക് നീങ്ങി. ഗ്രാമത്തിൻ്റെ പുറത്ത് ഗ്രാമത്തിൻ്റെ പുറത്തായിട്ട് ഞങ്ങൾ തമ്പടിച്ചു. അതിനുശേഷം 2 അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പോലീസിൻ്റെ സഹായത്തോടുകൂടി മഫ്റ്റിയിലുള്ള ഞങ്ങൾ 2-3 പേര് ആ ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു സ്കൂളിൻ്റെ അവിടെ നിന്നിട്ട് അയാൾക്ക് പരിചയമുള്ള ഒരു ഇൻഫോർമൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇവനെ വിളിച്ചപ്പോൾ ആദ്യം വന്ന് ഇവൻ്റെ ജ്യേഷ്ഠനാണ്. അവരായിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അനിയനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അനിയൻ സ്ഥലത്തുണ്ട് സാർ, ആ ചായക്കടയിൽ ഇരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ വിവരം നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് നമ്മുടെ മുന്നേ പോയിട്ടുള്ള ഞങ്ങൾ ഉള്ള ആളുകളിലൊപ്പം ഞങ്ങൾ പുറത്തുള്ള ആളുകളെ വിവരം അറിയിച്ചു. അവർ സജ്ജരായിട്ട് തന്നെ നിന്നു. എന്തുണ്ടെങ്കിലും വളരെ ഒരു 200-300 മീറ്റർ ഡിസ്റ്റൻസിൽ അവരുടെ ആംഡ് പോലീസ് നിന്നു. ബാക്കിയുള്ള ഞങ്ങൾ മഫ്റ്റിയിലുള്ള ഞങ്ങൾ 2-3 പേരും അവർ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള ഒരു 2 പോലീസുകാരും കൂടിയിട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് മീൻസ് അവരും മഫ്റ്റിയിലുള്ള അവിടുത്തെ ഗ്രാമങ്ങളെക്കുറിച്ച് അറിയാവുന്ന പോലീസുകാരാണ്, അവരും കൂടിയിട്ടാണ് മറ്റേ ഗ്രാമത്തിലേക്ക് പോയിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് വിളിച്ചാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിധത്തിൽ മറ്റേ ആംഡ് പോലീസും നിന്നിരുന്നു. ഇവനെ ചായക്കടയുടെ ഭാഗത്തേക്ക് ഒരു ചായക്കട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ആ ഫോട്ടോ അന്ന് കാലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചായക്കട എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഓല കൊണ്ടൊക്കെ മറച്ചിട്ടുള്ള ചായക്കടയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു ചെറിയ ഷെഡുകളൊക്കെയാണ്. അവിടെ ഇവൻ ഇരുന്നിട്ട് വളരെ കാര്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് അറിയാം, അവരൊക്കെ ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അറിയാം. അങ്ങനെ അവനെ കണ്ടു. ഞങ്ങളെ കണ്ടതും അവൻ എന്തോ സംശയം തോന്നി. അവൻ എടുത്ത് ചാടി. ഈ ചാടുന്നതോടുകൂടി നമുക്ക് അവനെ ഫോളോ ചെയ്യാൻ പറ്റി. എന്തായാലും ഒരു 100 മീറ്റർ ഉള്ള ഓട്ടത്തിൻ്റെ ഉള്ളിൽ അവനെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചു. അപ്പോഴത്തേക്കും ഗ്രാമവാസികളൊക്കെ വരാൻ നിർണ്ണയതിന് മുന്നേ തന്നെ ഇൻഫർമേഷൻ ആംഡ് പോലീസിന് കൊടുത്തു, പുറകിൽ നിന്നിരുന്ന പോലീസിന് കൊടുത്തു. അവർ വണ്ടിയായിട്ട് വേഗം വന്നു. ഇവനെ ലോക്ക് ചെയ്ത് വിലങ്ങ് വെച്ച് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറ്റി. അവനുമായിട്ട് നേരെ രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ വന്നു. ചോദ്യം ചെയ്തു. രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ വന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. മറ്റ് ഗ്രാമവാസികൾ അല്ലെങ്കിൽ ഇവൻ്റെ കൊള്ള സംഘത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇവൻ്റെ കൂട്ടാളികളൊക്കെ എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ ലൈറ്റ്നിങ് സ്പീഡിൽ എന്ന് പറയാം,
അത്രയും സ്പീഡിൽ ഞങ്ങൾ ഇവനെ ചവിട്ടിക്കൂട്ടി വണ്ടി കയറ്റി വിലങ്ങ് വെച്ച് വണ്ടി വന്നുകൊണ്ടുമ്പോൾ അതിൽ കയറ്റിയിട്ട് നല്ല അവിടെ നിന്ന് ഗ്രാമം വിട്ടു ഞങ്ങൾ. അങ്ങനെ നേരെ രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നും അശോക് ബാരിക്ക് പറഞ്ഞ ആൾ തന്നെയാണെന്നും ബോധ്യപ്പെട്ടു. ഈ സ്വർണ്ണാഭരണങ്ങൾ ഇവൻ്റെ കാര്യം നോക്കിയപ്പോൾ ഇവൻ്റെ കഴുത്തിലൊരു മാല കിടക്കുന്നുണ്ട്. ഈ കഴുത്തിൽ കിടക്കുന്ന മാലയിലുള്ള ഇത് നമ്മുടെ ഇടശ്ശേരി ജ്വല്ലറിയുടെ സീലോട് കൂടിയിട്ടുള്ള മാല. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ക്ലിയറായി. അവനെ വിളിച്ചു. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എവിടെയാണ് സ്വർണ്ണം കാര്യങ്ങളും ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൽ സ്വർണ്ണം വിറ്റ വകയിലുള്ള ഒരു 7 ലക്ഷം രൂപ എൻ്റെ സഹോദരിയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അത് ഗ്രാമത്തിലാണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനുമായിട്ട് ഇവൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് നമ്മൾ ആംഡ് പോലീസ് ഇതുകൊണ്ട് തോക്കൊക്കെ ആയിട്ടുള്ള പോലീസുമായിട്ട് പോയി. ഭാര്യയോട് ചെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു ഇല്ല എൻ്റെ കയ്യിൽ തന്നിട്ടില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇവൻ തന്നെ പറഞ്ഞു ആ ചേച്ചി അത് കൊടുക്കാൻ വേണ്ടി അവരുടെ ഭാഷയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ നേരെ പാടത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മളും പോയി. ഈ പാടത്തേക്ക് പോകുമ്പോൾ പാടത്ത് ഒരു വരമ്പിൻ്റെ സൈഡിൽ ഈ സാധനം കുഴിച്ചിട്ടിരിക്കുക ഒരു കവറിലാക്കിയിട്ട്. അങ്ങനെ അവനിൽ നിന്ന് 7 ലക്ഷം രൂപ അത് നമ്മൾ റിക്കവറി നടത്തി, മാസ്റ്റർ പ്രകാരം റിക്കവറി നടത്തി ഈ ഇവനുമായിട്ട് നേരെ വീണ്ടും രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ വന്നു. ഇതിന് വിശദമായി ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവനെ അടുത്ത കോടതിയിൽ ഹാജരാക്കി. ഞങ്ങൾ അവനെയും കസ്റ്റഡിയിൽ മേടിച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾ താമസിക്കുന്ന സാഹിബ്ഗഞ്ചിൽ വന്ന് റൂമിലേക്ക് വന്ന് അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുത്തി കാര്യങ്ങൾ അറിഞ്ഞ് പ്രതികളാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇവരുമായിട്ട് ഞങ്ങൾ ഒരു ടീം നാട്ടിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും ഇപ്പോൾ മറ്റേ DYSPയുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നാട്ടിൽ നിന്ന് വീണ്ടും അടുത്ത സംഘം എത്തിയിരുന്നു. 5 പേരും അടങ്ങുന്ന മറ്റൊരു സംഘം വീണ്ടും സാഹിബ്ഗഞ്ചിൽ അന്ന് രാത്രി തന്നെ എത്തി. അവരുമായിട്ട് ഇവർ ഈ 2 പേരുമായിട്ട് കേരളത്തിലേക്ക് തിരിച്ചു. ഇനി നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഇവരുടെ ഗ്രാമത്തിൽ ഈ കൊള്ളസംഘത്തിൽപ്പെട്ട് നിലവിലുള്ളത് ഇഞ്ചമാമുൽ ഹക്കാണ്. ഇഞ്ചമാമുൽ ഹക്ക് ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിലാണെന്നാണ് വിവരം. ഇവരിൽ നിന്നുള്ള വിവരം കിട്ടിയ അവൻ്റെ ഫോൺ നമ്പറും കിട്ടിയ ഫോൺ നമ്പറിൻ്റെ ലൊക്കേഷനും മുർഷിദാബാദിലാണ്. ഇനി അവിടെ നിന്ന് മുർഷിദാബാദിൽ എത്തിപ്പെടുക എന്നുള്ളത് വളരെ ദുർഘടമായിട്ടൊരു സംഭവമായിരുന്നു. എങ്ങനെ പോകും അപ്പോഴേക്കും ദിവസങ്ങൾ കുറേ കഴിഞ്ഞ് ഞങ്ങൾ കറങ്ങി കുറേ ദിവസങ്ങൾ. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ബീഹാറിലൊക്കെ പോയ ജാർഖണ്ഡിൽ ബീഹാറിലൊക്കെ പോയിട്ടുള്ള വടക്ക് ആ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ അവസ്ഥകൾ. നല്ലൊരു ഭക്ഷണം കിട്ടാനില്ല, നല്ലൊരു താമസ സ്ഥലം തന്നെ കിട്ടാനില്ല. ഞങ്ങൾ താമസിക്കുന്നത് വലിയ അവിടുത്തെ ഒരേറ്റ ലോഡ്ജിലാണെങ്കിലും സൗകര്യങ്ങളൊക്കെ പരിമിതമായിരുന്നു. ഭക്ഷണവുമില്ല. എപ്പോഴേലും ഈ റൊട്ടിയും ദാലും ആലു ഇതല്ലാതെ മറ്റു ഭക്ഷണം. അപ്പോഴേക്കും ദിവസങ്ങൾ 8-10 കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലെ ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ കൂടിപ്പോകുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശീലമാണ്. കാരണം മിക്ക സമയങ്ങളിലും ഇങ്ങനെ കറക്കം തന്നെയാണ്. ഇന്ത്യ ഒട്ടുക്കും ഇങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോലും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു പരിചയത്തിൻ്റെ പേരിൽ വലിയ പ്രശ്നമല്ല. എന്ത് കിട്ടിയാലും കുടിക്കുക, എന്ത് കിട്ടിയാലും കഴിക്കാം, എവിടെയും കിടക്കാം എന്നുള്ള ഒരവസ്ഥയിലാണ്. ബാത്റൂം പോലൊക്കെ നമ്മൾ ഇതേ പറഞ്ഞ മാതിരിക്ക് പുറത്തായിരിക്കും. ഭക്ഷണത്തിൽ അപ്പോൾ നമുക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാവുമല്ലോ. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള നമ്മുടെ മട്ടരി ചോറ് കഴിക്കുക എന്നുള്ളത് ഈ പച്ചരി ചോറ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ ഇനി മുർഷിദാബാദിലേക്ക് പോകണം. മുർഷിദാബാദിൽ പോകുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ കാര്യമല്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും റാഫിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം 2-3 പേര് മുർഷിദാബാദിലേക്ക് പുറപ്പെട്ടു. ഞാനും സാഹുല്ല മിസാറൊക്കെ എല്ലാം സാഹിബ്ഗഞ്ചിൽ നിലയുറപ്പിച്ചു. ബാക്കി മുർഷിദാബാദിലേക്ക് ഈ അമീർ ഷെയ്ഖ് ഇഞ്ചമാമുൽ ഹക്കിനെ പിടിക്കുന്നതിനായിട്ട് റാഫിയുടെ നേതൃത്വത്തിൽ ഒരു സംഘമാണ്, മറ്റേ 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് മുർഷിദാബാദിലേക്ക് അവിടുന്ന് കാറിൽ തന്നെ പോയത്. ആ കാറിലുള്ള യാത്ര അവർ തിരിച്ചു വന്ന് പറയേണ്ടായി. വളരെ ദുർഘടം പിടിച്ച യാത്രയായിരുന്നു അഷ്റഫ്. അത് ഞങ്ങളൊക്കെ കുട്ടികളുടെ ഭാര്യമാരെയൊക്കെ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണെന്നും അവിടെ ചെന്ന് പ്രതി തോക്ക് എടുത്തെന്നും തോക്കെടുത്ത പ്രതിയെ പാടത്തേക്ക് ചവിട്ടി മറിച്ചിട്ടിട്ടാണ് ലോക്കാക്കിയതെന്നും പോലീസിൻ്റെ സഹായം ഉണ്ടായില്ല എന്നും ഈ റാഫിയുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു അവിടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് പിടിക്കാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അന്ന് പോയ ആ വിവരങ്ങളൊക്കെ പിന്നീട് റാഫി അന്ന് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളോട് DYSP സാറോടൊക്കെ പറയേണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ റിസ്ക്കി ആയിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് റാഫിയുടെ ടീം അവിടെ പോയിട്ട് മുർഷിദാബാദിൽ നിന്ന് അന്നേക്ക് 3-4 ദിവസം പിടിച്ചു. അപ്പോഴേക്കും 3 ദിവസം പിടിച്ചു. മുർഷിദാബാദ് പോയിട്ട് അവർ അറസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടിരുമ്പോൾ ആ സമയം വരെ ഞങ്ങളിവിടെ മറ്റുള്ള പ്രതികൾക്ക് വേണ്ടി അന്വേഷണം കാര്യങ്ങളും ഈ പ്രതികൾ ഈ നേപ്പാളിലേക്കും അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് കടന്ന മറ്റ് 2-3 പ്രതികളൊക്കെ ഉണ്ട്. അവരെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്വർണം മേടിച്ച 1-2 ജ്വല്ലറിക്കാരുണ്ട്,
അവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് 3 ദിവസത്തിനുള്ളിൽ വളരെ റിസ്കി ജോബ് ചെയ്തിട്ട് റാഫി ആ പ്രതിയുമായിട്ട് തിരിച്ച് സാഹിബ്ഗഞ്ചിലെത്തി. അങ്ങനെ ആ പ്രതിയുമായി ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ നാട്ടിലേക്ക് പ്രതിയുമായി വരുമ്പോൾ ഒരുപാട് നിയമക്കുരുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. പ്രതിയെ നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുവരണമെങ്കിൽ, അതുപോലെ തോക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരണമെങ്കിൽ, വിലങ്ങ് വെച്ച് കൊണ്ടുവരണമെങ്കിൽ, വിലങ്ങ് കൈപ്പിടിച്ച് വരണമെങ്കിലൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട ഏജൻസിയൊക്കെ കണ്ട് കാര്യങ്ങൾ ചെയ്ത് വിവരങ്ങളൊക്കെ ഇൻഫോം ചെയ്തതിന് ശേഷം തോക്കൊക്കെ നമുക്ക് റെഡ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അതിന് പ്രത്യേക ലഗേജൊക്കെ ആക്കി അതിനെ വേറെ കൊടുത്തിട്ട് വേണം കൊണ്ടുവരാൻ. അതുപോലെ തന്നെ ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ അതുമായി ഉള്ള പ്രൊസീജിയറുകൾ, നിയമ നടപടികൾ വേറെ കുറേ ഉണ്ട്. അപ്പോൾ ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ ആദ്യം പ്രതിയെ കയറ്റി, പ്രതിയുടെ ഒപ്പമുള്ള ആളുകളെ കയറ്റി അവരെ ഏറ്റവും പുറകിലിരുത്തി, പിന്നീട് ലാസ്റ്റാണ് പ്രതിയെ ഇറക്കുമ്പോൾ നിന്നും ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കുന്നുള്ളൂ. അവരെ ലാസ്റ്റ് ഇറക്കും, മറ്റുള്ള യാത്രക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷം. അങ്ങനെയൊക്കെ ഒരുപാട് നൂലാമാലകളാണ് നമുക്ക് ഈ പ്രതിയെ ഫ്ലൈറ്റിൽ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നങ്ങൾ. പ്രതിയെയും വെപ്പണൊക്കെ ഫ്ലൈറ്റിൽ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതൊക്കെ തരണം ചെയ്ത് എന്തായാലും ഞങ്ങൾ നാട്ടിലെത്തി. ഈ പ്രതിയുമായി നാട്ടിലെത്തി. നദീപ് 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. പിന്നീട് അതിൻ്റെ ഇനി കിട്ടാനുള്ള ഒരു പ്രതിയും കൂടിയും പിന്നീട് പിടിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് ഞാനൊക്കെ ആ സംഘത്തിൽ നിന്ന് പോകുന്ന പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഞാൻ മറ്റൊരു കേസിൻ്റെ അന്വേഷണത്തിനായി ഇതുപോലെ വേറൊരു ഭാഗത്തേക്ക് ഞാനും സുനിലൊക്കെ പോയി. അവിടെയുള്ള ബാക്കിയുള്ള ടീം അംഗങ്ങളെല്ലാം ഇവരെ കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ ചെയ്ത് കോടതി അതിൻ്റെ ട്രയലൊക്കെ കഴിഞ്ഞ് ഇവരെയൊക്കെ 8 വർഷത്തേക്കോ 9 വർഷത്തേക്കോ ശിക്ഷിച്ചു എന്നാണ് ഞാൻ പിന്നീട് പേപ്പറിലൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ടാപ്പിങ്ങിനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ടാപ്പിങ്ങുകാരൻ വരുമ്പോൾ കാലത്ത് ടാപ്പിംഗ് ടൂൾസ്, അതിൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുത്ത് അവർക്കൊരു കാപ്പിയും കൊടുക്കാറുണ്ട്. ഈ അമ്മിണി എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറുണ്ട്. അന്നത്തെ ദിവസം വന്നപ്പോൾ വാല് തുറന്നു കണ്ടില്ല, വാല് പൂട്ടിയിട്ടിരിക്കുന്നു, ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. അയാൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഓട് പൊളിച്ചതായി കാണുന്നു. അയാൾ ആകെ പേടിച്ചു. എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയുന്നില്ല. അയാൾ പറയുന്നു അകത്തുനിന്ന് ഒരു ഞരക്കം പോലെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾ ഓടി.